ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ലോറിയിലാണ്. ബിനിച്ചേട്ടൻ്റെ ഒരു ലോറിയിൽ പയ്യന്നൂരിന്ന് കാസർഗോഡിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എന്തെല്ലാം കാര്യങ്ങളെല്ലാം. ഇതാണ് ബിനിച്ചേട്ടൻ. ബിനിച്ചേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം അഞ്ചലല്ലേ? അഞ്ചൽ. അപ്പോ ഇത് എവിടേക്കാണ് പോകുന്നത്? ഉടുപ്പിയിലേക്കാണ്. റോഡിന് NH-ന്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നല്ലേ? വർക്കും കാര്യങ്ങൾ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എത്ര വർഷമായി എക്സ്പീരിയൻസ് ഉണ്ട്? 13 വർഷം അല്ലേ? അപ്പൊ ചേട്ടന് ദൂരായിട്ട് യാത്ര ചെയ്ത് എവിടേക്കാണ്? വണ്ടി കൊണ്ട് കൂടുതലായിട്ടും കർണാടകയിലല്ലേ? കൊറേ പരിചയക്കാരുണ്ടായിട്ടുണ്ടാ? പരിചയപ്പെട്ടിട്ടുണ്ടോ ആൾക്കാര്? കൂടുതലാ? ഇപ്പൊ എവിടെ പോയാലും ഒരാളെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാവല്ലേ? ഡീസല് മോഷ്ടിച്ചോണ്ടോ? പുറത്തുള്ള എന്തും എടുത്തോണ്ടോ? ഒരു പ്രാവശ്യം ഡീസൽ എത്ര ഒരു ടാങ്ക് ഡീസൽ? ഒരു ടാങ്കാ? ആന്ധ്ര വെച്ചു ടാങ്ക് ഡീസൽ അടിക്കണ 40,000 രൂപ. അത് മോട്ടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ കൊടുക്കണം പൈസ. നിങ്ങളെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കണം അല്ലേ? അത്ര പോലും കിട്ടുമല്ലോ, എന്നിട്ടും നിങ്ങളെ കയ്യിൽ നിന്ന് വീണ്ടും ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ എല്ലാവരും റോഡിൽ ഇറങ്ങുമ്പോ ലോറിക്കാരെ പറയുന്നുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അതിൽ ഞാനും ഉണ്ട്. ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഇവർക്കാണെങ്കിൽ കൃത്യമായിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല, പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതിലൊന്ന് പോയി നോക്കിയാലാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോ ഇയാളാണെങ്കിൽ പരിചയപ്പെട്ടത് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കാണിച്ച്. അവിടെ ബസ്സില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കാണിച്ച സമയത്താണ് ഇയാൾ നിർത്തി ചോദിച്ച് എവിടേക്കാ പോകുന്നത്. ഞാൻ പറഞ്ഞു കാസർഗോഡാ, ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുവിടാ, എനിക്കതിൽ പോവാനുണ്ട്, അപ്പൊ അവിടെ നിന്ന് ഇറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ കുറെ കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ലോറി ഡ്രൈവേഴ്സിന്. ഇതിലാണ് നമ്മൾ ഇത്ര സമയം ഉണ്ടായിന് ഈ ലോറിയിൽ. അപ്പോൾ ഇപ്പൊ നമ്മൾ കാഞ്ഞങ്ങാടെത്തി, കാസർഗോഡ് എത്തി, ഉപ്പളെത്തി. അവിടെ നിന്ന് ഇറങ്ങും ഞാൻ. ആകപ്പെട്ടിട്ടുള്ളത് ഗൈസ്, ഉപ്പളെത്താനാവുമ്പോ നയ ബസാറിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങള്. ചെറിയ റോട്ടില് എന്ത് പറയാനുള്ള ചേട്ടാ? 1 മണിക്കൂറായി ഇവിടെ പെട്ടിട്ടുണ്ടത്. അപ്പൊ ഗൈസ്, നയ ബസാറിന്ന് ഉപ്പള വരെ ഫുൾ ബ്ലോക്കിലാണ് വന്നത്. അങ്ങനെ ഫൈനലി ഉപ്പളെത്തി. നയ ബസാറിന്ന് ഉപ്പളയിലേക്ക് വരാൻ 2 മണിക്കൂർ എടുത്തു. അതായത് നമുക്ക് ഏകദേശം ഉപ്പളത്തുനിന്ന് കണ്ണൂർ വരെ പോകുന്ന ടൈം എടുത്തു. അത്രയും ബ്ലോക്കും കാര്യങ്ങളും നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ ബിൻചേട്ടാ, ഓക്കെ ഗൈസ്, ഓക്കെ എന്നാ ഞാൻ വിളിക്കാം.